സ്പോട്ട് ലൈവിന് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് വൃക്കരോഗിയോട് ബാങ്കിന്റെ ക്രൂരത. കരിമുകൾ സ്വദേശി ജിജോ വർഗീസിന്റെ ജപ്തി നോട്ടീസ് അയച്ച് യൂണിയൻ ബാങ്ക് 2021 ഫെബ്രുവരിയിൽ ജിജോയുടെ വൃക്ക മാറ്റിവെച്ചിരുന്നു. ദുരവസ്ഥ അറിയിച്ചിട്ടും ബാങ്ക് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എറണാകുളം കരിമുകളിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ജിജോ വർഗീസിന്റെ വീട്ടിൽ നിന്നും. ആജ്ഞ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2019 വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ജിജോ വർഗീസ് യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. അതിനിടെ ജിജോയ്ക്ക് വൃക്കരോഗം പിടിപെട്ടു. ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു. ഈ ദുരവസ്ഥയൊക്കെ ബാങ്കിനെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഇത്ര മനുഷ്യത്വരഹിതമായ നടപടി ഉണ്ടായത്? ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നടപടി തന്നെയാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാരണം 2021 ഫെബ്രുവരിയിലാണ്, അതുവരെ അദ്ദേഹം ലോൺ കൃത്യമായി അടച്ചിട്ടുണ്ട്. 2021 ഫെബ്രുവരിയിലാണ് വൃക്ക മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ഈ 24 വരെയുള്ള കാലഘട്ടത്തിൽ ലോൺ അടച്ചിട്ടില്ല എന്നാണ് ജിജോ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ബാങ്കിനെ സമീപിച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ബാങ്ക് അതിനോട് അനുതാപപൂർവ്വം സഹകരിക്കാനോ അതല്ലെങ്കിൽ ഇത്തരമൊരു അവസ്ഥ നിൽക്കുന്ന ഒരാളെ സഹായിക്കാനോ ബാങ്കിന്റെ ഭാഗത്തുനിന്നും നടപടികളോ സമീപനമോ ഒന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ജിജോ നമ്മളൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കൂടുതൽ ജിജോയോട് തന്നെ ചോദിക്കാം. ഏത് സമയത്താണ് ഈ ബാങ്കിൽ ലോൺ എടുത്തത്? ഏത് സമയത്താണ്? 2019. തുടർന്ന് ഇങ്ങോട്ട് ലോൺ കൃത്യമായി അടച്ചു. 2020 വരെയും കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നിട്ട് അതിന്റെ മൊറട്ടോറിയത്തിൽ പിന്നെ അടവ് പെൻഡിങ് ആയി. അത് കഴിഞ്ഞ് 2020 ജൂലൈ ആയപ്പോഴേക്കും എനിക്ക് അസുഖം പിടിപെട്ടു. അങ്ങനെ ഹോസ്പിറ്റലായി. പിന്നെ ഇങ്ങോട്ട് തുടർന്ന് ഇപ്പോൾ 2024 വരെയും അടച്ചിട്ടില്ല. അപ്പോൾ അതിനെതിരെയാണ് അവരിപ്പോൾ ജപ്തി നോട്ടീസ് അയച്ചേക്കണത്. നമുക്ക് ഇതിനു മുമ്പ് വേറെ അറിയിപ്പൊന്നും അവർ തന്നിട്ടില്ല. അത് നമ്മളിവിടെ ഫോണിലൂടെ നമ്മളോട് ലോൺ അടയ്ക്കാനല്ലാണ്ട് നമുക്ക് ഇതുവരെയും വേറെ നോട്ടീസുകളൊന്നും വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ട് നോട്ടീസ് വന്നത് ഇങ്ങനത്തെ ഒരു നോട്ടീസാണ് വന്നേക്കണേ. ഈ രോഗവിവരമൊക്കെ കാണിച്ച് ബാങ്കിനെ സമീപിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു? ബാങ്കിനെ ഞങ്ങൾ സമീപിച്ചായിരുന്നു. എല്ലാ വിവരങ്ങളും ഞങ്ങൾ ബാങ്കിൽ കൊടുത്തതുമാണ്. എന്നിട്ടും അവര് പറയണത് അവർക്ക് അവരുടെ പൈസ കിട്ടിയാൽ മതി എന്നാണ്. ഈ ശസ്ത്രക്രിയക്കുള്ള തുക എങ്ങനെയാണ് കണ്ടെത്തിയത്? നാട്ടുകാരുടെയും സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നടത്തിയത്. അതാണ് ടോം. 23 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ബാങ്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 16 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്നും ഇവര് വീട് വെക്കാനായി പുതുക്കി പണിയാനും വീടിന്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാനും വേണ്ടിയാണ് മുൻപൊരു ലോൺ എടുത്തിരുന്നു 2016. അത് പക്ഷേ കൃത്യമായ അടവുകളൊക്കെ കൃത്യമായ ആ ഒരു ബാങ്കിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട്, നിയമ നടപടികളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായി അത് അടവുകളെല്ലാം കൃത്യമായി അടച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷമാണ് ഈ ലോൺ വീട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ് ജിജോ ഈ ലോൺ എടുക്കുന്നത്. അതിനുശേഷം ഈ 2021 ഇങ്ങനെ രോഗാവസ്ഥയിലേക്ക് പോകുന്നതും അതേ തുടർന്ന് നമുക്കറിയാം വൃക്കരോഗം ബാധിച്ച് അത് വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വലിയ തുകയാണ് ചെലവാകുക. അത് തുടർന്നുള്ള മരുന്നുകൾക്കുമൊക്കെ ട്രീറ്റ്മെന്റിനുമൊക്കെ വലിയ തുകയാണ് ചെലവാകുക. ആ ഒരു സാഹചര്യത്തിൽ ബാങ്കിനെ അറിയിച്ചിരുന്നു. ഇവർ പണം തിരിച്ചടക്കില്ല എന്ന് അല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട്, വീട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ബാങ്കിലെ ബാധ്യത തീർക്കാം. അതുകൊണ്ട് ഇവർക്കും കുറച്ച് സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ സാമ്പത്തിക സഹായം അതുമൂലം ഉണ്ടാകും. അങ്ങനെ ഒരു സാവകാശമല്ലേ ചോദിച്ചത്? ഈ ജിജോ ബാങ്കിനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അത്തരം ഒരു വീട് വിറ്റ് ഈ വായ്പ അടയ്ക്കാനുള്ള സാവകാശം പോലും ബാങ്ക് കൊടുക്കാത്തത്? ബാങ്ക് അധികൃതർ ഈ വിഷയത്തിൽ ജിജോ വർഗീസ് നൽകിയ വിശദീകരണം എന്താണ്? ഈ വിഷയത്തിൽ എന്താണ് ബാങ്ക് എന്താണ് പറഞ്ഞത്? ഞാൻ ഈ ജപ്തി നോട്ടീസ് ഒട്ടിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ബാങ്കിൽ പോയിരുന്നു. ബാങ്കിലെ മാനേജറായിട്ട് സംസാരിച്ചു. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാവകാശം തരാൻ അവർക്ക് ഇല്ല എന്ന് പറയണം. അവർ മാക്സിമം നമുക്ക് തരാനുള്ളത് തന്നു കഴിഞ്ഞു. ഇപ്പം 4 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുവാണല്ലോ. ഇനി അവർക്ക് സാവകാശം ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഏപ്രിൽ വരെയെങ്കിലും ഒരു സാവകാശം തരും. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഞാനത് അടച്ചു തുടങ്ങാം. എന്തെങ്കിലും വഴി നോക്കട്ടെ. ഇല്ലെങ്കിൽ ഇത് വിറ്റിട്ടാണെങ്കിലും ഞാൻ മുഴുവൻ പൈസ കൊണ്ട് അടച്ചോളാം എന്ന് പറഞ്ഞത്. എന്നിട്ടും അവരതൊന്നും സമ്മതിക്കാണ്ടാണ് ഇപ്പം തുടർന്ന്. ഇപ്പം നിലവിൽ ഇതിപ്പോൾ ബാങ്കിന്റെ പേരിലായി. അവരിനിയിപ്പോൾ ഇവിടുന്ന് ഇറക്കി വിടുന്ന ഒരു സ്റ്റേജും കൂടി അവരുടെ ഉള്ളൂ. ഈ അദാലത്ത് പോലത്തെയുള്ള ചടങ്ങുകളൊന്നും അറിയിച്ചില്ലേ? ഇല്ല, അങ്ങനെയുള്ളതൊന്നും നമ്മൾ അറിയിച്ചിട്ടില്ല. സാധാരണ ബാങ്കിൽ അതായത് പലിശ കൂടി ലോൺ ചെയ്യുമ്പോൾ പെൻഡിങ് ആകുമ്പോൾ അദാലത്തിൽ ഒരു നിശ്ചിത തുക അടച്ച് ക്ലോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ബാങ്ക് ഒരുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനത്തിന് ബാങ്ക് അറിയിപ്പ് തന്നിട്ടില്ല. അങ്ങനെ ബാങ്ക് നമ്മൾ അറിയിച്ചിട്ടില്ല. ഞാൻ
വക്കീല് മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ വക്കീല് പറഞ്ഞു ഇങ്ങനെ ഒരു അദാലത്ത് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അദാലത്തിന് പോയാലും നമ്മൾ ഈ ഇത്രയും എമൗണ്ട് നമ്മൾ അന്നേരം കോടതിയുടെ വിധി അനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ടി വരുമല്ലോ. അത് കാരണം കൊണ്ട് അത് പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ടോം, ഇവർക്ക് സമീപിക്കാവുന്ന നിയമവശങ്ങളൊക്കെ, അതായത് അദാലത്തിൽ പോയാൽ തന്നെ ഇത്രയും തുക 23,18,118 ബാങ്കിലേക്ക് തിരിച്ചടക്കേണ്ടുന്ന തുകയെന്നുള്ള ജപ്തി നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. ഇത്രയും തുകയിൽ അല്ലാതെ ബാങ്കിന്റെ ഇത്ര കാലം ഇവർ തിരിച്ചടച്ച തുകയും ലോൺ എടുത്തിരിക്കുന്നത് 16 ലക്ഷം രൂപയാണ്. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാങ്കിന് നഷ്ടമുണ്ടാകാത്ത രീതിയിലൊരു തുക അവർ തീരുമാനിക്കുകയും ഇത് നിങ്ങളെ കൊണ്ട് അടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അദാലത്തിൽ കോടതി ഇത്തരത്തിൽ ഗഡുക്കളായി അടയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്ന രീതികളുണ്ട്. പക്ഷേ അത്തരം നിയമ നടപടികളൊന്നും ഇവരെ അറിയിച്ചിട്ടില്ല. നേരിട്ട് ഇവര് ഒരുപക്ഷെ ബാങ്കിന് അറിയായിരിക്കും സാമ്പത്തികമായി മറ്റ് വരുമാനം കണ്ടെത്താൻ അല്ലെങ്കിൽ ഈ ബാങ്കിന്റെ ലോൺ മീറ്റ് ചെയ്യാൻ തരത്തിലുള്ള മറ്റ് സാമ്പത്തിക സഹായങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോഴെന്ന് അറിയായിരിക്കാം. ഒരുപക്ഷെ ടോം സൂചിപ്പിച്ചു നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ ചികിത്സയൊക്കെ നടത്തിയത്, ജിജോ വർഗീസ് ചികിത്സ നടത്തിയത്. ഈ ജിജോയുടെ ഉപജീവന മാർഗം എന്താണ്? ഈ ഒരു ബാങ്ക് ഈ സ്ഥലം വിൽക്കാതെ, വീടും സ്ഥലവും വിൽക്കാതെ ഈ ബാങ്കിന്റെ വായ്പ അടച്ചു തീർക്കാനുള്ള ശേഷി, സാമ്പത്തിക ശേഷിയുള്ള വ്യക്തി ആണോ ജിജോ? ബാങ്കിന് ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്നതാണോ? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ആളല്ല. കാരണം അദ്ദേഹം ഇവിടെ അടുത്തൊരു സ്കൂളിലെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോവുകയും വരികയും ചെയ്ത് സ്കൂൾ ബസ്സിലെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. നമ്മൾ വിളിച്ചപ്പോഴും അദ്ദേഹം ജോലി തിരക്കിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയം അദ്ദേഹം നമുക്ക് തന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. മാത്രമല്ല ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം എന്താണെന്നുള്ള കാര്യം അറിയാം. അത് മറ്റൊരു തരത്തിലേക്ക് അത് ഈടാക്കാനുള്ള വഴിയില്ല എന്ന് ബാങ്കിന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അവർ കൃത്യമായി പറയുന്നുണ്ട്, നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ വീട് വിൽക്കാനുള്ള ഒരു സാവകാശമെങ്കിലും അവർക്ക് നൽകിയാൽ അവർ ഈ ബാങ്ക് ലോൺ അടച്ച ശേഷം ബാക്കിയുള്ള തുക അവരുടേതായ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. ഇപ്പം ജിജോയ്ക്ക് വൃക്ക ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്, തുടർ ചികിത്സകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾക്കൊക്കെ വലിയ ചെലവാണ്, വലിയ തുകയാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവരുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്കും അങ്ങനെ ഒരു സാവകാശം കൊടുത്താൽ അവർക്കും ഒരു സഹായം കൂടിയാകുമെന്ന് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അത്തരം ഒരു നടപടികളിലേക്ക് അത്തരമൊരു സാവകാശം നൽകാനോ ബാങ്ക് അധികൃതർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അതിനുള്ള ഒരു നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെയാണോ ജിജോ ഈ ഇതില് ഈ കിഡ്നി രോഗാവസ്ഥയ്ക്ക് ചികിത്സിക്കുന്നത്? ജിജോയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ജിജോ അല്ലാതെ മറ്റാരെങ്കിലും വരുമാന മാർഗമുള്ള മറ്റാരെങ്കിലും വീട്ടിലുണ്ടോ? ജിജോ, ഇപ്പോഴുള്ള ചികിത്സകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? എനിക്ക് സ്കൂൾ ബസ്സിൽ നിന്ന് കിട്ടുന്നത് ഡെയിലി 500 രൂപയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഗുളിക മേടിക്കൽ നടക്കില്ല. പിന്നെ ബാക്കി നമ്മുടെ ബന്ധുക്കാരൊക്കെ മാസം മാസം കുറച്ച് പൈസ സഹായിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗുളികകൾ മേടിച്ചു പോകണം. ഒരു മാസം 12,000 രൂപയുടെ മേളിൽ നമുക്ക് ഗുളികയ്ക്ക് വേണ്ടി മാത്രം വേണം. അതിനകത്ത് എല്ലാം നമ്മൾ കഴിക്കുന്ന ഗുളികകൾ നമുക്ക് ബ്രാൻഡ് മാറി കഴിക്കാൻ പറ്റാത്ത കാരണം കാരുണ്യെന്ന് കിട്ടുന്ന ഒരു ഗുളിക മാത്രമാണ് നമുക്ക് വില കുറച്ച് കിട്ടുന്നത്. ബാക്കി എല്ലാ ഗുളികകളും നമ്മൾ ഭയങ്കര വില കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. വേറെ ആർക്കെങ്കിലും വരുമാനം ഉണ്ടോ? വേറെ ആരെങ്കിലും ജോലി പോവുക വരുമാനത്തിനുള്ളോ? 2 കുട്ടികളും വൈഫുമാണ്. കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ. വൈഫ് ജോലിക്കൊന്നും പോണില്ല. ചെറിയ മക്കളാണ്. ചെറിയ പിള്ളേർ. ഒരാളിപ്പോൾ +2 കഴിഞ്ഞു, ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവന്റെ വിദ്യാഭ്യാസത്തിനും നമുക്ക് പൈസ കണ്ടെത്തേണ്ടതുണ്ട്. ഇളയത് പെങ്കൊച്ചാണ്. പെങ്കൊച്ചിനിപ്പം 11 വയസ്സ്. ഇതാണ് അവസ്ഥ ടോം. നമുക്ക് മനസ്സിലായി കാണുമല്ലോ, 15,000 രൂപയാണ് പരമാവധി ഒരു മാസത്തെ ജിജോയുടെ വരുമാനം. അതിൽ തന്നെ 12,000 രൂപയോളം ഈ ഗുളികയ്ക്കും മറ്റുമായി ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ബന്ധുക്കളുടെയും മറ്റു നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് ഈ മരുന്നിനുള്ള സാഹചര്യം, അതായത് സാമ്പത്തികം കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് അത് ബാങ്കിനെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് രോഗാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടുന്നത് ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ സാധാരണക്കാരോട് ഇടപെടുന്ന ബാങ്കുകാരോട് ഏത് തരത്തിലുള്ള നടപടിയാണ് അത്? ചിലപ്പോൾ അവരുടേതായ നിയമവശങ്ങൾ ഉണ്ടാവും, അവരുടേതായ നടപടിക്രമങ്ങൾ അവർക്കുണ്ടാക്കാം. പക്ഷേ അതിനപ്പുറം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് നടപ്പിലാക്കി അല്ലെങ്കിൽ ഇംപ്ലിഫൈ ചെയ്ത് അതിലേക്ക് കുറച്ച് സാവകാശം ചോദിക്കാനേ അവർ ലോൺ അടക്കില്ലെന്നോ
അവരെടുത്തിട്ടില്ലെന്നോ അതല്ലെങ്കിൽ അത്തരത്തിലൊരു ആർഗ്യുമെന്റിനൊന്നും അവർ പോയിട്ടില്ല. ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദാലത്ത് പോലെയുള്ള നടപടിക്രമങ്ങൾ ബാങ്കിനുണ്ട്. അതിലൊന്നും ഇവരെ പങ്കെടുപ്പിക്കാതെ 23,18,118 രൂപ എന്ന് പറയുന്ന ഒരു നോട്ടീസ് അവർക്ക് അയച്ച ശേഷം അത് ഒരു വലിയ ഭീമമായ തുകയാണ്. ഈ പറയുന്നത് പോലെ 15,000 20,000 രൂപ മാസ വരുമാനമുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിട്ട്, അതും ഇത്രയധികം ചികിത്സാ ചെലവുകളുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിട്ട് ഒരു വലിയ തുകയാണ്. അത് കണ്ടെത്താനുള്ള സാഹചര്യം അവർക്ക് വീട് വിറ്റ ശേഷം മാത്രമല്ല, പക്ഷെ ഇത് ബാങ്കിന്റെ ജപ്തി നടപടികളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ വീട് വിറ്റ ശേഷം പണം കെട്ടാത്തുള്ള സാഹചര്യത്തിലേക്കും അദ്ദേഹത്തിന് കടക്കാനാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേട്ടോ, അങ്ങനെയെങ്കിൽ ഇത് ബാങ്ക് ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയാൽ ഈ ജിജോ വർഗീസിന്റെ തീരുമാനം എന്താണ്? ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇനിയുണ്ടോ? ബാങ്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുക. അപ്പം എന്താണ് ജിജോയ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലേക്ക് പോകുന്നതാണ്? ഇത് ഞാൻ വീട് വിൽക്കാൻ വേണ്ടി അടിച്ചതാണ്. നമ്മളിത് ഈ ഏരിയയിൽ മൊത്തം കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ എല്ലായിടത്തും കൂടെ ഒന്ന് ഒട്ടിച്ചൊക്കെ നടന്നാണ്. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞുള്ള ഈ സാഹചര്യത്തിൽ ആരെങ്കിലും ഇത്രയും എമൗണ്ട് ഒന്നും എടുത്ത് ഇത് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇത് കച്ചവടം നടക്കാത്തത്. അവർ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോവാണ്ട് ഇവിടെ തന്നെ പിടിച്ച് നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത്. മറ്റ് പഞ്ചായത്ത് അധികൃതരും മറ്റുള്ളവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? ഞാൻ നിലവിൽ നമ്മൾ MLAക്ക് ഇതിനു വേണ്ടി ഒരു നിവേദനം കൊടുത്താണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നമ്മൾ അന്നേരം ഇത് നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ അതിനകത്ത് ഞാൻ അപേക്ഷിച്ചാണ്. പക്ഷേ കേരള സർക്കാരിന്റെ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കീഴിൽ പെട്ട ബാങ്കല്ല ഇത്, നാഷണലൈസ്ഡ് ബാങ്ക് ആയതുകൊണ്ട് അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറയണം. നമ്മൾ തുക അടച്ചേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് അവരും പറയുന്നത്. അതാണ് ടോം സാഹചര്യം. കാരണം കുടുംബം അങ്ങേയറ്റം ശരിക്കും അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം അത് ഏത് തരത്തിൽ അവര് ഇപ്പൊ കാണിച്ചതുപോലെ വീട് വിൽപ്പനയ്ക്കുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവരുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ, ഈ ആസ്തി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ബാധ്യത മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആസ്തി എന്ന് പറയുന്നത് അത് മാത്രമാണ്. അപ്പോൾ അതുമായി മുന്നോട്ട് പോകുക മാത്രമേ അവർക്ക് അതിനുള്ള സാവകാശം മാത്രമാണ് ബാങ്കിനോട് ചോദിക്കുന്നത്. പക്ഷേ ബാങ്കുകാർ അവരുടെ ആസ്തി വികസനത്തിലേക്ക് അല്ലെങ്കിൽ ആസ്തിയിലേക്ക് ഈ ഒരു വീടിനെ കൂടി ഉൾപ്പെടുത്താനുള്ള കഠിന ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരാള് 2021 വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, അതിനുശേഷമുള്ള ട്രീറ്റ്മെന്റുകൾ അതിനുശേഷമാണ് അദ്ദേഹം ലോൺ കൃത്യമായി അടക്കാതിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. കാരണം കൊറോണയ്ക്ക് സമയത്തൊരു മൊറട്ടോറിയം ബാങ്ക് തന്നെ, അതായത് റിസർവ് ബാങ്ക് തന്നെ പ്രഖ്യാപിച്ചതാണ്. ഈ സമയത്തേക്കൊരു ഇളവ്, വായ്പ അടവ് ഇളവ് ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് നൽകിയതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അസുഖം പിടിപെടുന്നത്. തുടർന്നാണ് 2021 ഫെബ്രുവരിയിലാണ് വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അതിനെ തുടർന്നുണ്ടായ ഈ ചികിത്സാ ചിലവും തുടർന്ന് ഓരോ മാസവും ഈ 12,000 രൂപയോളം ചികിത്സാ ചെലവിനും കണ്ടെത്തേണ്ടുന്ന സാഹചര്യം അദ്ദേഹത്തിന് നിർബന്ധിതമായും കണ്ടെത്തേണ്ടുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത, അങ്ങേയറ്റം ക്രൂരത തന്നെയാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. ടോം, യെസ്, വ്യക്തമാണ്. എറണാകുളം കരിമുകളിലെ ജിജോ വർഗീസിന്റെ ദയനീയ അവസ്ഥയാണ് ആജ്ഞ രവീന്ദ്രൻ ജിജോയുടെ വീട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വൃക്കരോഗിയായ ജിജോയാണ് യൂണിയൻ ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനം. ഇത് അടച്ചു തീർക്കാനുള്ള, ഈ ലോൺ അടച്ചു തീർക്കാനുള്ള സാവകാശം ചോദിച്ചു, വീട് വിൽക്കാനുള്ള സാവകാശം ചോദിച്ചു. പക്ഷേ അതൊന്നും ഒരു നടപടി സ്വീകരിക്കാതെ, അത്തരം ഒരു സാവകാശം നൽകാതെയാണ് യൂണിയൻ ബാങ്ക് ഇപ്പോൾ ജിജോയുടെ വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ന്യൂസ് 18 പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വാർത്ത കണ്ടിട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവ്.